സമയം മുൻപ് ഈ പെൺകുട്ടികൾ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പൈസ നേരത്തെ ആ കണ്ട വീഡിയോയിൽ കണ്ടത്. അത് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന് 8 ലക്ഷം രൂപ തന്നു എന്നുള്ളത്. അത് ഈ ഒരാളുടെ കഴുത്തിൽ മാലയുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കഴുത്തിലെ മാല ഉണ്ടല്ലോ എന്ന് ഈ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് അവർ പറയുന്ന ആ സ്ഥലത്ത് വെച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളുടെ കഴുത്തിലെ മാലയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് വിറ്റ് എങ്ങനെയെങ്കിലും പൈസ തരുമെന്ന് പറയുന്നു. കൂടാതെ മറ്റൊരാളുടെ ഭർത്താവ് വിദേശത്തുണ്ട്, ഗൾഫിലോ മറ്റോ ഉണ്ട്, അയാൾ അയച്ചു തന്ന കുറച്ച് പൈസ, ഇതെല്ലാം കൂടി സ്വരുക്കൂട്ടിയാണ് ഈ 8 ലക്ഷം രൂപ. അത് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചെടുത്തതാണ്. അത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെതിരെ ഒന്നും ഉണ്ടാകില്ല, ഒരു പരാതിയും ഒരു നടപടിയും ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ ദിയ പറഞ്ഞു എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ അതിനൊന്നും തെളിവില്ല താനും. യഥാർത്ഥത്തിൽ കൃഷ്ണകുമാർ, ഈ താങ്കൾ ഇപ്പോൾ 69 ലക്ഷം രൂപ എന്നുള്ളത് ഒരു സെറ്റിൽമെൻറ്റിനൊക്കെ താങ്കൾ തുടക്കത്തിൽ തയ്യാറായിരുന്നു. കിട്ടിയ പൈസ അതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ ഒരു നൂലാമാലകൾക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു പരാതിയുമായി കേസുമായി പോകേണ്ടതില്ല എന്നൊരു മനോഭാവത്തിലായിരുന്നു തുടക്കത്തിൽ താങ്കൾ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ പറ്റി എനിക്ക് വ്യക്തമായിട്ടറിയാം. വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പൈസയുടെ ആവശ്യം വന്ന് കാണും, അവരെടുത്ത് കാണും, അവർ സമ്മതിക്കുകയും ചെയ്തു. ഈ 69 കണക്കൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇനി തരാനില്ല. എന്നിട്ട് ഇത് അവസാനം ഒരു 8 ലക്ഷമല്ല 8,83,000 രൂപ ഇവർ ക്യാഷായിട്ട് കൊണ്ട് തരികയാണ്. എന്ത് ചെയ്തിട്ടെന്നറിയില്ല. ഇവിടെ നിന്ന് വെളിയിൽ പോയി അവരുടെ ഭർത്താക്കന്മാർ വെളിയിൽ പോയി കൊണ്ടുവരികയാണ്. ഭർത്താക്കന്മാരില്ല, ഒരു കുട്ടി, ഒരു പയ്യൻ ഇവിടെ നിന്ന് പോയിട്ട് ഈ പൈസ കൊണ്ട് തരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നതാണ്, ഞാൻ കുറച്ച് സമയം തരണം. ഞാൻ സമയം തരാം. അങ്ങനെ ഡിസംബർ വരെയുള്ള 3 മാസങ്ങൾ, ഏതൊക്കെ മാസം എന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇവർ 3 പേരും എഴുതി പേപ്പറിൽ ഒപ്പിട്ട് തന്നു. ഞങ്ങൾ ഇത്ര രൂപ വെച്ച്, അതായത് 15 ലക്ഷം രൂപ കൂടി ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് 22.5 ലക്ഷം അങ്ങോട്ടാണ് മൊത്തം. അതിനകത്തൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇതൊക്കെ എല്ലാ തെളിവോടെ ഇരിക്കുക. സമ്മതിക്കുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? നമുക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, QR കോഡ് മാറ്റി ഞങ്ങൾ സമ്മതിച്ചു. അന്ന് അവർ കൃത്യമായി തന്നെ സമ്മതിച്ചോ? അതെ അതെ, സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ എഴുതി തരുന്നത് പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ എഴുതി തന്നിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എല്ലാ റെക്കോർഡും ഇതൊക്കെ ഓരോന്നെടുത്ത് ഡെയിലി ആരോപണം കൊണ്ടുവരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞാൽ അതിനകത്ത് തെളിവാണ്, ഇല്ലെങ്കിൽ പറയത്തില്ല. വേറെ കാര്യം കൂടി ഇറക്കി പറയാം. ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞില്ല, ആ കുട്ടിയുടെ ഭർത്താവല്ല, സഹോദരനാണ് പുറത്തുള്ളത്. ഈ സഹോദരൻ എനിക്ക് പൈസ അയച്ചു തരും, 1 ലക്ഷത്തി ചില്ലുവാൻ എല്ലാ മാസവും 1 ലക്ഷം 2 ലക്ഷവും അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എൻ്റെ കുട്ടിയുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ എടുത്ത് കാണിക്കുമ്പോൾ ഈ വർഷത്തിൽ ഒരേ ഒരു തവണ 1,58 1,58,000 രൂപ ആ കുട്ടിയുടെ ചേട്ടൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം നോക്കുമ്പോഴാണ് അടുത്ത തമാശ, ആ ഫോണിൽ തന്നെ ഈ കുട്ടി അങ്ങോട്ട് അയച്ചിരിക്കുന്നു പൈസ. അതായത് ഈ ചേട്ടൻ്റെ അവിടുത്തെ അക്കൗണ്ടോ ഇന്ത്യയിലെ ഒരു അക്കൗണ്ടിലോ പൈസ ഇട്ടിരിക്കുന്നു, അയാൾ വീണ്ടും ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇവർ തന്നെ കാണിച്ചു തന്നു. ഞങ്ങൾ ചോദിച്ചു ഇത് ആരൊക്കെയാണ്? ആ കുട്ടിക്ക് ഉത്തരവില്ല. അതല്ലേ പറഞ്ഞേ, ഇവർ ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോയാൽ പരിക്ക് അവർക്ക് പറ്റും. ജോർജ് ജോസഫ് സാർ പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തെറ്റും കുറ്റവും ശിക്ഷയും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും സെറ്റിൽമെൻറ്റ് നോക്കുക. കാരണം ഇതിനകത്ത് ഞാൻ എൻ്റെ മക്കളെ പോലും അവരെ രൂക്ഷമായ ഭാഷയിൽ എൻ്റെ മോളോട് സംസാരിച്ചു. ഇതിന് നിങ്ങൾക്കൊരു പങ്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഇതിനകത്തെ കാര്യക്ഷമമായ പ്രവർത്തനം, അതായത് നീ ഓഫീസിൽ കൃത്യമായിട്ട് വന്നില്ല. ശരിയാണ്, അവൾക്ക് സുഖമില്ലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. കാരണം ഗർഭിണിയാകുമ്പോൾ ആദ്യത്തെ 5 മാസം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം ഒരു സൈഡിലിരിക്കും. ആണെങ്കിലും ഇതിൽ നിൻ്റെ ഒരു നോട്ടപ്പേശകുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിത് ഒത്തുതീർപ്പാക്കി പോകണം. ഈ തരുന്ന പൈസ വാങ്ങിക്ക്, ബാക്കി നമുക്ക് ഇനിയും ബിസിനസ് ചെയ്യാം, നമുക്ക് നല്ലപോലെ പരസ്യം ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടം വരെ എത്തിയതാണ്. ഇതെല്ലാം ഈ കുട്ടികൾ സംസാരിച്ചിരുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ വേണം ഇന്നിവിടെ കൊടുത്തു വിട്ടുതരാം. ഇവർ കാണിക്കട്ടെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ ഇടിച്ചുവെന്നോ കെട്ടിയിട്ടുന്നോ എന്തെങ്കിലും ഒരു വീഡിയോ കാണിക്കട്ടെ. ഇവര് പൂട്ടിയിട്ടു എന്നാണ് ഇന്ന് പറഞ്ഞത്. ഇവർക്ക് ആകെ ഒച്ചത്തിൽ സംസാരിച്ച വീഡിയോ കാണിക്കാൻ അല്ല, അതാ പറഞ്ഞേ, ഇവരുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുകയല്ലേ. ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ, കാരണം ഇവരുടെ കയ്യിലല്ലേ ഫോൺ ഇരിക്കുന്നത്. ഞാൻ പല വീഡിയോസ് കാണിച്ചു തരാം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ. ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നത്. ഇവിടെ ഞങ്ങളുടെ ഓഫീസാണ്, ഇവിടെ സ്റ്റാഫുണ്ട്, എല്ലാം ഉണ്ട്. ഇവരവിടെ ഇരുന്നു, ഇവർക്ക് ഭക്ഷണം വരുത്തി കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല, മനസ്സില്ല, അപ്പോൾ വെള്ളം കുടിക്കാൻ പറയുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്തു കൊടുത്തു. അതെ, അപ്പോൾ അതിൽ അവർ ഒരു കാര്യം പറയുന്നത് കൃഷ്ണകുമാർ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഇപ്പോൾ ഓഫീസിൽ വരാറില്ല ദിയ, പക്ഷേ മോണിറ്റർ ചെയ്യാറുണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പേപ്പർ എവിടെയെങ്കിലും മാറിയിരുന്നാൽ പോലും അതുപോലും കണ്ടിട്ട് അത് തിരിച്ചെടുത്ത് വയ്ക്കൂ എന്ന് പറയുന്ന ഒരാളാണ് ദിയ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ദിയ അറിയാതിരിക്കുമോ എന്നൊരു ചോദ്യം എന്നിവർ ചോദിക്കുന്നുണ്ട്. അതറിയാതിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും?
വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഇതിനകത്ത് ആദ്യത്തെ ഭാഗം ശരി തന്നെയാണ്. മോള പ്രദേശത്ത് പോകാറില്ല, പിന്നെ നോക്കുന്നത് തീർച്ചയായിട്ടും ഓഫീസ് നോക്കും. ഇപ്പോൾ രാത്രിയോ അങ്ങനെ പോയിട്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് എടുത്ത് നോക്കും. ഒരു രാവിലെ 8 മണിക്കൂറുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് എത്ര നേരം നോക്കും നമ്മൾ? അപ്പോൾ അവൾ നോക്കും, ഇന്നതെന്താ, ഇന്ന അവിടെ ഇരിക്കുന്ന ആ ഐറ്റംസ് മറ്റേ സ്റ്റോർ റൂമിൽ മാറിയിരിക്കുകയാണല്ലോ, ഇത് തീർച്ചയായിട്ടും പറയും. അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനകത്തുനിന്നാണ് ഞങ്ങൾക്ക് കുറേ വീഡിയോ കിട്ടിയത്. ഇവർ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നു, ഓഡിയോ ഉണ്ട്, ഞങ്ങളുടെ QR കോഡ് കമ്പനിയുടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് മൊബൈലിൽ QR കോഡ് എടുക്കുന്നതും ഇതിനകത്തുണ്ട്. അതെ, അപ്പോൾ അത് ആ സമയത്ത് ശ്രദ്ധിച്ചില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. കുറ്റം സംഭവിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവ് അല്ല, അതാ പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇവരോട് ചോദിക്കും, ഇന്ന് എന്താണോ എത്ര കളക്ഷൻ മറ്റേന്ന് വെച്ചാൽ മോള് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഇന്നൊന്നും വന്നില്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾ വന്നില്ല, ബിസിനസ് നടന്നില്ല. ഞാൻ എന്നും പറയും, ഇതിനകത്ത് ഇവരുടെ പോരായ്മ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇന്ന് ഡിജിറ്റൽ ഇതിൽ ഓൺലൈൻ അങ്ങ് നോക്കും. ഓൺലൈനിലെല്ലാം ഓക്കെ, കാരണം ഇവൾക്ക് ഓൺലൈൻ ബിസിനസ്സാണ് കൂടുതൽ നടക്കുന്നത് ഈ ഷോപ്പിനേക്കാൾ. അപ്പോൾ ഇവിടെ ഓൺലൈനിലാണ് ഇവിടെ ശ്രദ്ധ മുഴുവൻ, അത് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ എല്ലാം കണക്ക് നോക്കുന്ന ട്രഡീഷണൽ രീതിയിൽ പോകണം. അതായത് ഇത്ര രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര സാധനം പോയിട്ടുണ്ടോ, ഇത് എവറി ഡേ ചെക്ക് ചെയ്യാമെങ്കിൽ പിടിക്കാവുന്ന കാര്യമോ. ഞാനതല്ലേ പറഞ്ഞേ, മക്കളുടെ ഭാഗത്തുള്ള പോരായ്മകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെറ്റിൽ ചെയ്ത് വിട് എന്ന് പറയാൻ കാര്യം.